إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله الله تعالى بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم تسليما كثيرا وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أوصيكم عباد الله أولا بتقوى الله. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തുക. പ്രിയപ്പെട്ടവരെ, ഒരു വർഷം കൂടി നമ്മിൽ നിന്ന് വിട പറയാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരു സന്ദർഭത്തിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു വേളയിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരേണ്ടുന്ന, നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത്, ഒരു വർഷം കൂടി എൻ്റെ ജീവിതത്തിൽ നിന്നും കടന്നു പോയിട്ടുണ്ട്, മാത്രമല്ല ഒരു വർഷം കൂടി ഞാൻ എൻ്റെ മരണത്തിലേക്ക്, അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നിശ്ചയിച്ചു വെച്ച അജൽ അവധിയിലേക്ക് ഞാനിതാ അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു ചിന്തയാണ് ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരേണ്ടുന്നത്. മാത്രമല്ല, അത്തരത്തിൽ മരണത്തെക്കുറിച്ച് കൂടുതലായി ഓർക്കുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയധികം പ്രോത്സാഹിപ്പിച്ച ഒരു കാര്യവും കൂടി. അവിടുന്ന് പറഞ്ഞതായി കൊണ്ട് കാണുവാൻ സാധിക്കും, അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, സകല രസങ്ങളെയും മുറിച്ചു കളയുന്നതായ മരണത്തെ നിങ്ങൾ അധികമായി കൊണ്ട് നിങ്ങൾ ഓർക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ട് കാണുവാൻ സാധിക്കും. മാത്രമല്ല, ഒരു സഹാബി വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നുണ്ട്, ഫഅയ്യുൽ മുഅ്മിനീന അക്യസ്, മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിമാനായ മനുഷ്യൻ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മറുപടി നൽകി, അക്സറുഹും ലിൽ മൗതി ദിക്റാ വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദാ ഉലൈകൽ അക്യാസ്, മരണത്തെക്കുറിച്ച് ഏറ്റവും കൂടുതലായി കൊണ്ട് ഓർക്കുന്നവരും ആ മരണത്തിന് ശേഷം വരാനിരിക്കുന്ന ജീവിതം, ആ ജീവിതത്തിന് വേണ്ടി ഏറ്റവും നല്ല രൂപത്തിൽ മുന്നൊരുങ്ങുകയും ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, ഉലൈകൽ അക്യാസ്, അവരാണ് ഏറ്റവും നല്ല ബുദ്ധിമാന്മാർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച സഹാബിക്ക് മറുപടിയായി നൽകിയെന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, അത്തരത്തിലുള്ള ബുദ്ധിമാന്മാരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടണമെന്നുണ്ട് എങ്കിൽ ഈ ഒരു സാഹചര്യത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ചില ആയാത്തുകളിലൂടെ കടന്നുപോയി അതിന്റെ ആശയ തലങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ മേൽ അനിവാര്യമായ കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞതായി കൊണ്ട് കാണുവാൻ സാധിക്കും, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ മനുഷ്യന്റെ ശരീരവും എല്ലാ നഫ്സുകളും
എല്ലാ ജീവിജാലങ്ങളും അവർ മരണത്തെ ആസ്വദിക്കുക തന്നെ ചെയ്യും, മരണത്തിന്റെ വേദന അവർ അനുഭവിക്കുക തന്നെ ചെയ്യും. മാത്രമല്ല ഖിയാമത്തിന്റെ നാളിലായിരിക്കും നിങ്ങൾക്ക് പരിപൂർണമായും പ്രതിഫലം നൽകപ്പെടുന്നത്. അത് ഖിയാമത്തിന്റെ ദിവസത്തിൽ മാത്രമായിരിക്കും. അള്ളാഹു വീണ്ടും പറഞ്ഞു, ആരാണോ നരകത്തിൽ നിന്ന് വിട്ടകറ്റി നിർത്തപ്പെടുകയും പ്രവിശാലമായ സ്വർഗത്തിന്റെ സുഖാനുഭൂതികളിലേക്ക് ആരാണോ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നത്, അവനാണ് യഥാർത്ഥത്തിൽ വിജയം കൈവരിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ മാത്രം നിർത്തിയില്ല. ഈ ഭൗതിക ലോക ജീവിതമുണ്ടല്ലോ, ഈ ദുനിയാവിൽ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ജീവിതത്തെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞു, അതൊരു വഞ്ചനയുടെ ചരക്ക് മാത്രമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുന്നതായി കൊണ്ടൊക്കെ കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ ഈ ദുനിയാവിൽ നമ്മൾ എന്നെന്നും ശാശ്വതരല്ല എന്നുള്ള കാര്യം നമ്മൾ ആദ്യമായി കൊണ്ട് മനസ്സിലാക്കണം. ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്തിൽ നിന്നും വിട പറഞ്ഞു പോകേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും എന്നത്. ഒരു കവി പാടിയ ഗാനം നമുക്ക് കാണാം. വലൗ കാനത്തി ദുനിയ തദൂമു ലിവാഹിദിൻ ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദ. ആർക്കെങ്കിലും ഈ ദുനിയാവ് ശാശ്വതവാസം നൽകുമായിരുന്നുവെങ്കിൽ ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു ഈ ദുനിയാവിൽ ശാശ്വതമായി ജീവിക്കേണ്ടുന്നവർ. പക്ഷേ അങ്ങനെ ഉണ്ടായിട്ടില്ല. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞതുപോലെ വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഖുറൂർ, ഈ ദുനിയാവിന്റെ ജീവിതം എന്ന് പറയുന്നത് അത് വഞ്ചനയുടെ ചരക്ക് മാത്രമാണ്. അത് വഞ്ചനയുടെ ചരക്ക് മാത്രമാണ്. ഈ ദുനിയാവിൽ നമുക്ക് ലഭിക്കുന്ന അധികാരങ്ങളാകട്ടെ, നമ്മുടെ സമ്പത്താകട്ടെ, നമ്മുടെ സൗന്ദര്യമാകട്ടെ, നമ്മുടെ വിദ്യാഭ്യാസമാകട്ടെ, അങ്ങനെ ഒരു മനുഷ്യൻ എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ട് അവൻ ഫഖ്ർ നടിക്കും, ആ കാര്യങ്ങളെല്ലാം തന്നെയും ഒരു വേള നമ്മിൽ നിന്ന് നീങ്ങിപ്പോകുന്ന ഒരു ദിവസം നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരാനുണ്ട് എന്നുള്ള ബോധ്യത്തോടു കൂടി ആയിരിക്കണം നമ്മൾ ഓരോരുത്തരും ജീവിക്കേണ്ടത്. മാത്രമല്ല അള്ളാഹു തന്നെ പറയുന്നത് കാണാം, നിങ്ങൾ എവിടെയായിരുന്നാലും മരണം നമ്മളെ പിടികൂടും. അള്ളാഹു തന്നെ പറഞ്ഞത് കാണാം, ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത്, നിങ്ങൾ എവിടെയായിരുന്നാലും മരണം നിങ്ങളെ കീഴ്പ്പെടുത്തുക തന്നെ ചെയ്യും, മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ, ശക്തമായ കോട്ടകൾക്കുള്ളിലാണ് നിങ്ങൾ ഉണ്ടായിരിക്കുന്നത് എങ്കിൽ പോലും മരണം എന്ന സത്യം അത് നിങ്ങളെ തേടി വന്നെത്തുക തന്നെ ചെയ്യും. അത് ഇന്നല്ലെങ്കിൽ നാളെ വന്നെത്തുക തന്നെ ചെയ്യും. അതിൽ നിന്നൊരിക്കലും ഓടി ഒളിക്കാൻ നമുക്കാർക്കും സാധിക്കുകയില്ല. അല്ലാഹു തന്നെ പറഞ്ഞു, ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻ, ഏത് മരണത്തിൽ നിന്നാണോ നിങ്ങൾ ഓടി ഒളിച്ചുകൊണ്ടിരിക്കുന്നത്, ഫഇന്നഹു മുലാഖീകും, ആ മരണം നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. മാത്രമല്ല ثم تردون الى عالم الغيب والشهاده, ദൃശ്യവും അദൃശ്യവും ഒരുപോലെ അറിയുന്നവനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലേക്ക് നിങ്ങൾ ഓരോരുത്തരും മടക്കപ്പെടുമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും. എന്നിട്ട് പറഞ്ഞു, ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ, എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ചെയ്തു കൂട്ടിയിരുന്നത്, എന്തെല്ലാം ആഭാസത്തരങ്ങളാണ്, എന്തെല്ലാം വൃത്തികേടുകളാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്തു കൂട്ടിയിരിക്കുന്നത് എന്ന കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് കാണിച്ചു തരും, നിങ്ങൾക്ക് അറിയിച്ചു തരുമെന്ന് അല്ലാഹു തന്നെ പറഞ്ഞതായി കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ആ മരണം വന്നെത്തിക്കഴിഞ്ഞാൽ അതിന് ഏൽപ്പിക്കപ്പെട്ട മലക്ക് അത് ഉറപ്പായും നമ്മളെ പിടികൂടുക തന്നെ ചെയ്യും. അല്ലാഹു തന്നെ പറയുന്നത് കാണാം, ഖുൽ യതവഫാകും മലക്കുൽ മൗതില്ലദീ വക്കില ബികും ثم الى ربكم ترجعون, നമ്മുടെ മരണസമയം എത്തിക്കഴിഞ്ഞാൽ നിങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ട മലക്കുണ്ടല്ലോ, അവൻ നിങ്ങളെ മരിപ്പിക്കുക തന്നെ ചെയ്യും. പിന്നെയോ ثم الى ربكم ترجعون, പിന്നീട് നിങ്ങളുടെ റബ്ബിലേക്ക് തന്നെ നിങ്ങൾ മടക്കപ്പെടുക തന്നെ ചെയ്യുമെന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി കൊണ്ട് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഒരു തരി പോലും നമുക്ക് നമ്മുടെ ആയുസ്സിൽ നിന്ന് പിന്നോട്ടോ, ഒരു തരി പോലും നമ്മുടെ ആയുസ്സിൽ നിന്ന് മുന്നോട്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കുകയില്ല. അല്ലാഹു തന്നെ പറയുന്നത് കാണാം, വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറുൻ ബിമാ തഅമലൂൻ, ഏതെങ്കിലും ഒരു നഫ്സിന് അതിന്റെ അജൽ വന്നെത്തി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും അതിനെ
പിന്തിക്കുകയില്ല. ആ കൃത്യസമയത്ത് തന്നെ അവനെ പിടികൂടുക തന്നെ ചെയ്യും. വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. അല്ലാഹു നിങ്ങൾ ചെയ്യുന്നതിനെ സംബന്ധിച്ചെല്ലാം സസൂക്ഷ്മമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിരീക്ഷിക്കുന്നുണ്ട്, അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എവിടെ വെച്ച് മരിക്കുമെന്നുള്ള ധാരണയും നമുക്ക് ആർക്കും അറിയുകയില്ല. അല്ലാഹു തന്നെ പറയുന്നത് കാണാം, വമാ തദ്രി നഫ്സുൻ ബിഅയി അർദിൻ തമൂത്. ഏതൊരു ഭൂമിയിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ മരിക്കുക എന്നുള്ള കാര്യവും ഒരു നഫ്സിനും തന്നെ അറിയുകയില്ല എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, പരലോകം മറന്ന് ജീവിക്കുന്ന, ഇനി ഒരു മരണമുണ്ട്, ആ മരണത്തിന് ശേഷം ഒരു ജീവിതം വരാനുണ്ട് എന്ന് മറന്നുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് ഏറ്റവും നല്ല പാഠം നൽകുന്നതാണ് അവന്റെ മരണം എന്നുള്ളത്. അതിനേക്കാൾ വലിയൊരു പാഠപുസ്തകം അവനില്ല. പ്രിയപ്പെട്ടവരെ, ആ മരണം നമ്മളിലേക്ക് കടന്നു വരുന്നതിന് മുമ്പായിക്കൊണ്ട് നമ്മുടെ ജീവിതം അള്ളാഹു പറഞ്ഞതുപോലെ, അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച് കാണിച്ചു തന്നതുപോലെ മാറ്റാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ ആ നഷ്ടം അത് നമുക്ക് മാത്രമായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ഓരോ ദിവസങ്ങൾ കഴിയുമ്പോഴും, ഓരോ ആഴ്ചകൾ കഴിയുമ്പോഴും, ഓരോ മാസങ്ങളും വർഷങ്ങളും കഴിയുമ്പോഴും അതൊന്നും ആഘോഷമാക്കാനും ആഹ്ലാദിക്കാനുമുള്ള അവസരങ്ങളായിട്ടല്ല ഒരു മുഅ്മിൻ അതിനെ കാണേണ്ടതെന്ന്, മറിച്ച് ഒരു പുനർവിചാരണം നടത്താൻ വേണ്ടിയാണ് ഇത്തരം സാഹചര്യങ്ങൾ അവൻ ഉപയോഗപ്പെടുത്തേണ്ടത്. കഴിഞ്ഞൊരു വർഷം എന്റെ ജീവിതത്തിൽ എന്തെല്ലാം നന്മകൾ ഞാൻ ചെയ്തു, എന്തെല്ലാം തിന്മകളിലൂടെ ഞാൻ കടന്നുപോയി എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്വയം വിചാരണയാണ് ഇത്തരം സന്ദർഭങ്ങളിലൂടെ, സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മുഅ്മിൻ അവൻ ചെയ്യേണ്ടുന്നത്. ഈ ചിന്ത എപ്പോഴാണോ ഒരു മുഅ്മിനായ ഒരു മനുഷ്യന് നഷ്ടപ്പെട്ടു തുടങ്ങുന്നത്, ആ സമയം മുതൽ അവൻ വൃത്തികേടുകളിലും ആഭാസത്തരങ്ങളിലും കഴിഞ്ഞു കൂടുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞത്, സൂറു അൽ ഖുബൂർ, നിങ്ങൾ ഖബറുകളെ സന്ദർശിക്കണം. ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ. കാരണം ആ ഖബർ സന്ദർശനമുണ്ടല്ലോ, ആ സിയാറത്തുണ്ടല്ലോ, അത് നിങ്ങളെ ആഖിറത്തിനെ കുറിച്ച്, നിങ്ങളുടെ പരലോക ജീവിതത്തെ കുറിച്ച് നിങ്ങൾക്ക് ബോധ്യമുണ്ടാക്കി തരുമെന്ന്, അത് നിങ്ങളെ ഓർമ്മിപ്പിക്കുമെന്ന്. ഒരു മഖബറയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ, ആ മഖബറയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ബോധ്യപ്പെടും, എന്റെ മുമ്പ് കഴിഞ്ഞു പോയ ആളുകളാണ്, എന്റെ കൂടെ ജീവിച്ച മനുഷ്യരാണ്, അതല്ലെങ്കിൽ എനിക്ക് മുമ്പ് കഴിഞ്ഞു പോയ കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യരാണ്. അവർ ഞാൻ ചെയ്ത പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്, അവരെന്തെല്ലാം ചെയ്തികളാണോ ചെയ്തു കൂട്ടിയിട്ടുള്ളത്, അതിനെല്ലാം അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതം നന്നാക്കാനും മറ്റുമൊക്കെ അത് സഹായകരമായി തീരുമെന്നാണ്. മറ്റൊരു ഹദീസിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ റഅയ്തു മൻദറൻ ഖത്തു ഇല്ലാ വൽ ഖബ്റു അഫ്ളഉ മിൻഹു. ഖബറിനേക്കാൾ ഭയാനകരമായ ഒരു കാഴ്ചയും ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ട് കാണുവാൻ സാധിക്കും. മാത്രമല്ല, മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ഖബറുകൾ കാണുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ താടി രോമങ്ങൾ നനയുമാർ, കുതിർക്കുമാർ അദ്ദേഹം കരയുമായിരുന്നു. അദ്ദേഹത്തിനോട് ചോദിക്കപ്പെട്ടു, എന്തിനാണ് താങ്കൾ ഇങ്ങനെ കരയുന്നത് എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഇന്നൽ ഖബറ അവ്വലു മനാസിലിൽ ആഖിറ. ഖബർ എന്ന് പറയുന്നത് ആഖിറത്തിന്റെ ഭവനങ്ങളിലെ ഏറ്റവും ആദ്യത്തെ ഭവനങ്ങളിൽ പെട്ടതാണ്. എന്നിട്ട് പറഞ്ഞു, ഫഇന്നജാ മിൻഹു വമാ ബഅദഹു ഐസറു മിൻഹു. അതിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെടുകയാണ് എങ്കിൽ അതിനുശേഷമുള്ളതെല്ലാം അതിനേക്കാൾ എളുപ്പമായിട്ടുള്ളതായിരിക്കും. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് പുനരുദ്ധാരണ ദിവസത്തിലും അവന്റെ വിചാരണ വേളകളിലും അവന്റെ സിറാത്തും അതെല്ലാം അവന് ഏറ്റവും ഐസറായിരിക്കും, ഏറ്റവും എളുപ്പകരമായിരിക്കും. എന്നിട്ട് പറഞ്ഞു, വഇല്ലം യൻജു മിൻഹു ഫമാ ബഅദഹു അശദ്ദു മിൻഹു. ഇനി ആരെങ്കിലും അതിൽ നിന്ന് വിജയിച്ചിട്ടില്ല എങ്കിൽ, ആ ഖബറിന്റെ പരീക്ഷണത്തിൽ നിന്ന് ആരെങ്കിലും വിജയിച്ചിട്ടില്ല എങ്കിൽ, അതിനുശേഷം വരാനിരിക്കുന്ന വിചാരണയും അവന്റെ സിറാത്തും അവന്റെ എല്ലാ കാര്യങ്ങളും അത് വളരെയധികം കഠിനമുള്ളതായിരിക്കും, അതിനേക്കാൾ കഠിനമുള്ളതായിരിക്കുമെന്ന് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു വെക്കുന്നതായി കൊണ്ടൊക്കെ കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ചിന്തയാണ് ഈ ഒരു സന്ദർഭത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. മാത്രമല്ല, നമ്മുടെ ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും ആ ആഖിറത്തിനെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു നസീഹത്ത് ചോദിച്ചു വന്ന ഒരു സഹാബിക്ക് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്ദരമായ ഒരു ചെറിയ വാചകത്തിലുള്ള ഒരു നസീഹത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്നുണ്ട്. ഇദാ ഖുംത ഫീ സ്വലാതിക ഫസല്ലി സ്വലാത്തൽ മുവദ്ദിഅ. ഏറ്റവും സുന്ദരമായ ഒരു ഉപദേശമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നീ നിന്റെ നിസ്കാരത്തിലേക്ക് നിൽക്കുകയാണ് എങ്കിൽ ഫസല്ലി സ്വലാത്ത മുവദ്ദിഅ,
നീ ഒരു വിട പറയുന്നവൻ നിസ്കരിക്കുന്നത് എങ്ങനെയാണോ ആ രൂപത്തിൽ നീ നിസ്കരിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതെന്തിനാണ്? ആഖിറത്തെ ഓർമ്മിക്കാൻ. ഞാൻ എൻ്റെ റബ്ബുമായി അവസാനമായി നടത്തുന്ന മുനാജാത്താണിത്. ഇതിന് ശേഷം എനിക്ക് ജീവിക്കാൻ ഒരു അവസരമില്ല എന്ന രൂപത്തിലാണ് നമ്മൾ നമസ്കരിക്കുന്നത് എങ്കിൽ നമ്മുടെ നമസ്കാരം ഏറ്റവും സുന്ദരമാക്കി തീർക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ മറ്റേത് പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ മുന്നിൽ കാണേണ്ടത് എന്താണ്? നമ്മൾ സ്വതക്ക കൊടുക്കണം. അപ്പോഴും നമ്മൾ കാണേണ്ടതാണ്, അല്ലാഹുവേ, ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ അവസാനമായി നൽകുന്ന സ്വതക്കയാണ്. അതല്ലെങ്കിൽ ഒരു നോമ്പെടുക്കുമ്പോൾ, അല്ലാഹുവേ, ഞാൻ ഇതിന്റെ ജീവിതത്തിൽ അവസാനമായി ചെയ്യുന്ന നോമ്പാണ്. ആ രൂപത്തിൽ നമ്മൾ നോമ്പെടുക്കുകയാണ് എങ്കിൽ, ആ രൂപത്തിൽ നമ്മൾ സൽപ്രവർത്തനങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഇഖ്ലാസ് ഉണ്ടാകുന്നതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും ആ രൂപത്തിലുള്ള ജീവിത ശൈലികളും മാത്രമാണ് നമുക്ക് ഉപയോഗപ്പെടുകയുള്ളൂ. ഇത്തരം സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരിക്കലും അത് ആഘോഷിക്കാനും ആഹ്ലാദിക്കാനും തെമ്മാടിത്തരങ്ങളും കൂത്താട്ടങ്ങളും ചെയ്തു കൂട്ടാനും എന്നുള്ള അവസരമായി നമ്മൾ ആരും അതിനെ കാണരുത്. മാത്രമല്ല അത്തരത്തിൽ ആശംസകൾ നേരുക, അതല്ലെങ്കിൽ പ്രത്യേക രൂപത്തിൽ കേക്കുകൾ മുറിക്കുക. കഴിഞ്ഞൊരു ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ആരെങ്കിലും ഒരു സമൂഹത്തോട് സാദൃശ്യരായാൽ തന്നെയും അവൻ അവരിൽ പെട്ടവനാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ആഘോഷങ്ങൾക്ക് ആശംസ നേരാനും അതുപോലെ തന്നെ അത്തരം ആഘോഷവേളകളിൽ പങ്കെടുക്കാനും ഒന്നും ഒരു മുസ്ലിമിന് യോജിച്ചതല്ല. മറിച്ച് അവൻ കൊണ്ടുവരേണ്ടത് ഇത്തരത്തിലുള്ള ചിന്തകളാണ് എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. തഖുല്ലാഹ ഇബാദല്ലാഹ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ട് കാണുവാൻ സാധിക്കും, ഇഗ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ. 5 കാര്യങ്ങൾക്ക് മുമ്പുള്ള 5 കാര്യങ്ങളെ നീ ഉപയോഗപ്പെടുത്തുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 5 കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു. ഒന്നാമത് പറഞ്ഞു, ഹയാതക ഖബ്ല മൗതിക. അല്ലാഹു നിനക്ക് തന്ന അജലെത്തുന്നതിന് മുമ്പായി, അവധി എത്തുന്നതിന് മുമ്പായി അല്ലാഹു നിനക്ക് തന്ന നിന്റെ ജീവിതത്തെ നീ ഉപയോഗപ്പെടുത്തണം. അത് തിന്മകളിലും വൃത്തികേടുകളിലും അല്ലാഹുവിനെ ധിക്കരിക്കുന്നതിലും ആയിക്കൊണ്ട് എന്ത് ചെയ്യല്ല, നീ ജീവിച്ചു തീർക്കല്ല. സ്വാഭാവികമാണ്, ജീവിതത്തിൽ തിന്മകൾ വരും. നമ്മൾ കഴിഞ്ഞൊരു ഖുതുബയിൽ സൂചിപ്പിച്ചിരുന്നു, തിന്മകൾ വന്നു കഴിഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കാതെ അതിവേഗം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് തിരിച്ചു മടങ്ങുക എന്നുള്ളതാണ് ഒരു വ്യക്തി ചെയ്യേണ്ടത്. അതുപോലെ തന്നെ രണ്ടാമത് റസൂലുള്ളാഹി പറഞ്ഞു, വസിഹതക ഖബ്ല സഖമിക. നിന്റെ ആരോഗ്യത്തെ, നിന്റെ രോഗത്തിന് മുമ്പായുള്ള നിന്റെ ആരോഗ്യത്തെ നീ ഉപയോഗപ്പെടുത്തണം. രോഗിയായിരിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, കൃത്യമായി ഇബാദത്ത് ചെയ്യാനോ അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യാനോ നമുക്ക് സാധിക്കില്ല. പക്ഷേ ആരോഗ്യമുള്ള സമയത്ത് നമുക്ക് എല്ലാ നിലക്കും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനും കാര്യങ്ങളൊക്കെ നമ്മൾ സാധിക്കും. ആ കാലഘട്ടത്തിൽ നമുക്ക് ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ എങ്ങനെയാണോ ഇബാദത്ത് ചെയ്യുന്നത്, നമ്മൾ നിന്ന് നിസ്കരിക്കുന്ന ആളുകളാണെങ്കിൽ നമ്മൾക്ക് ആരോഗ്യമില്ലാത്ത സമയത്ത് നമ്മൾ ഇരുന്ന് നിസ്കരിക്കുമ്പോൾ പോലും ആ നിന്ന് നമസ്കരിച്ചവന്റെ പ്രതിഫലം നമുക്ക് കിട്ടും. എപ്പോൾ നമ്മൾ ആരോഗ്യമുള്ള സമയത്ത് അത് നല്ല രൂപത്തിൽ നിർവഹിച്ചിട്ടുണ്ട് എങ്കിൽ. അതാണ് നമ്മൾ ആരോഗ്യമുള്ള സമയത്ത് ഏറ്റവും നല്ല രൂപത്തിൽ പ്രവർത്തിക്കുക. നമുക്ക് ആരോഗ്യമില്ലാതാകുമ്പോൾ സമാനമായ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. അതുപോലെ തന്നെ മൂന്നാമത് പറഞ്ഞത്, നിന്റെ ജോലി തിരക്കിന് മുമ്പുള്ള നിന്റെ ഒഴിവു സമയം. എന്തെല്ലാം ജോലി തിരക്കുകൾ നമ്മൾക്ക് വന്നു കഴിഞ്ഞാലും അതിനൊക്കെ ഒരു ഒഴിവു സമയം നമുക്ക് ഉണ്ടാകും. ആ ഒഴിവു സമയം നമ്മൾ ഉപയോഗപ്പെടുത്തണം. അള്ളാഹുവിന്റെ ദിക്റിലും അള്ളാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ആ സമയങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക. അതുപോലെ തന്നെ നാലാമത് പറഞ്ഞത്, വശബാബക ഖബ്ല ഹറമിക. നിന്റെ വാർദ്ധക്യത്തിന് മുമ്പുള്ള നിന്റെ യുവത്വത്തെയും നീ ഉപയോഗപ്പെടുത്തണം. നാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ തണൽ ലഭിക്കുന്ന ഒരു വിഭാഗത്തെ പറ്റി പരിചയപ്പെടുത്തിയപ്പോൾ അവിടെ പരിചയപ്പെടുത്തിയത് ഒരു വിഭാഗം അള്ളാഹുവിന്റെ ഇബാദത്തിലായി കഴിഞ്ഞുകൂടിയ ചെറുപ്പക്കാരുമാണ്, ശബാബുകൾ. അവർക്ക് നാളെ എന്തുണ്ട്, നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ തണൽ വിട്ടുകൊടുക്കുമെന്നാണ്. അപ്പോൾ ആ നമ്മുടെ വാർദ്ധക്യം എത്തുന്നതിന് മുമ്പുള്ള നമ്മുടെ യുവത്വം നമ്മൾ ഉപയോഗപ്പെടുത്തുക. അതുപോലെ തന്നെ വഗിനാക ഖബ്ല ഫഖരിക. അതുപോലെ തന്നെ നിന്റെ ദാരിദ്ര്യത്തിന് മുമ്പുള്ളതായ നിന്റെ ധന്യതയെയും നീ ഉപയോഗപ്പെടുത്തുക. നമ്മുടെ സമ്പത്ത് ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യുക, നമുക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാനും മറ്റുമൊക്കെ കഴിയും. ഒരു വേള നമ്മൾ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ കൂപ്പുകുത്തി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ആഗ്രഹിച്ചിട്ട് പോലും എന്ത് ഉണ്ടാവില്ല,
കാര്യം ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ അടുത്ത് ഉള്ള സമയത്ത് ആ ഉള്ളതിനനുസരിച്ച് കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കാനും മറ്റുമൊക്കെ നമ്മൾ താല്പര്യം കാണിക്കുക എന്നൊക്കെയാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് ഇതൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമായി ജീവിക്കാൻ പരമാവധി ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.